മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണക്കാലമായിരിക്കും ഇത്. കാരണം ഈ ഓണവും ഇതിനോടനുബന്ധിച്ചുള്ള ഈ ഉത്സവ ആഘോഷങ്ങളുമൊക്കെ അതിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹം രാജാധിരാജയായി തിയേറ്ററുകളിൽ നിറഞ്ഞു വാഴുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജാധിരാജയുടെ ഒരുപാട് വിശേഷങ്ങൾ പലർക്കും അറിയാം, ചിലർക്ക് അറിയാത്തവരുണ്ടാകാം, അറിയാനുള്ളതുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി ഒരുപാട് വിശേഷങ്ങൾ രാജാധിരാജയുമായി പങ്കുവെക്കുന്നതിനായി രാജാധിരാജയായ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇവിടെയുണ്ട്. ഒപ്പം ഈ രാജാധിരാജ എന്ന ചിത്രത്തിലെ പ്രമുഖരായ ഒരുപാട് താരങ്ങൾ, നെൽസൺ, ഒപ്പം ടാനിയ, നമ്മുടെ പ്രിയങ്കരനായ താരം ശക്തിമാൻ മുകേഷ് ഖന്ന, ഇതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ നാസർക്ക, എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അവരുമായി നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഈ വിജയം നമുക്ക് ഏവർക്കും ചേർന്ന് ആഘോഷിക്കാം. ആദ്യം നമുക്ക് മമ്മൂക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. മമ്മൂക്ക, നമസ്കാരം. ഞാൻ ഈ ചിത്രം കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ ഓണക്കാല ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചിത്രം. അതിൽ ഞാനത് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കണ്ടപ്പോൾ, സാധാരണ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഈ മൾട്ടിപ്ലക്സിൽ കാണുമ്പോൾ ആരും അത്ര അധികം ആഹ്ലാദഭരിതരാകാറില്ല. കാരണം കൂടുതലും കുറച്ച് VIP ഓഡിയൻസ് ആണല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ പോലും പക്ഷേ ഇവര് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഈ രാജാതിരാജ ചിത്രം കണ്ടപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും അല്ലെങ്കിൽ ആഹ്ലാദത്തിമിർപ്പ് കാണിക്കുകയും ചെയ്ത ഒരുപാട് അവസരങ്ങൾ, പ്രത്യേകിച്ച് ആ സസ്പെൻസിന്റെ ആ ഒരു, ഞാനത് പറയുന്നില്ല എങ്കിൽ പോലും കണ്ടു. അതുപോലെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു ചിത്രമാണ്. അപ്പോൾ രാജാതിരാജയുടെ ഈ വിജയ ആഹ്ലാദം പ്രേക്ഷകരുമായിട്ട് മമ്മൂക്ക ഒന്ന് പങ്കുവയ്ക്കണം. കുറച്ചില്ല, ഞാൻ മുഴുവൻ നിങ്ങളുമായിട്ട് പോകും. എനിക്കൊന്നും വേണ്ട, പങ്കുവെക്കാനൊന്നുമില്ല. എനിക്കൊരു പങ്കും വേണ്ട, മുഴുവൻ നിങ്ങളെ പങ്ക്. മമ്മൂക്കയുടെ 90കളിലുള്ളൊരു ഗെറ്റപ്പ്, ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ 2-3 ഗെറ്റപ്പ് മേക്ക് ഓവറിൽ ഒന്ന് ആ 90കളിലുള്ളൊരു ഗെറ്റപ്പിലേക്ക്, പഴയ അർത്ഥം അല്ലെങ്കിൽ അനശ്വരം തുടങ്ങിയ ചിത്രങ്ങളിലെ ആ ഒരു രൂപത്തോട് വളരെയധികം സാദൃശ്യം തോന്നത്തക്ക രീതിയിൽ കാണാൻ സാധിച്ചു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, മമ്മൂക്ക വീണ്ടും വീണ്ടും ചെറുപ്പമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിജയത്തിൽ മമ്മൂക്കയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വിജയത്തിൽ ഇപ്പം എന്താ പറയാനാ, വിജയം ഒരുപാട് ആഹ്ലാദിക്കാൻ പാടില്ല. കാരണം നമുക്ക് വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും ഉണ്ടാകും. പക്ഷേ വിജയങ്ങൾ ആസ്വദിക്കാൻ കുറച്ച്, അതിന് വലിയ ആഹ്ലാദം ബോളൊന്നും ഉണ്ടാക്കുന്ന എന്നിട്ട് കാര്യമില്ല. പക്ഷേ എന്നാലും സന്തോഷമാണ്, നമുക്ക് സന്തോഷം പങ്കുവയ്ക്കാം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പങ്കിടാവുന്നതേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്തോഷം ഞാൻ ഒട്ടും ഏറ്റെടുക്കുന്നില്ല, പൂർണ്ണമായും പ്രേക്ഷകന് വിടുകയാണ്. ഈ സന്തോഷം മുഴുവൻ അവരുടെയാണ്. ഇത് അവരുടെ ഒരു സിനിമയാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ആഘോഷങ്ങളും ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും. അല്ല, ആദ്യമായിട്ട് ഈ ചിത്രവുമായിട്ട് മമ്മൂക്കനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് അല്ലെങ്കിൽ ഈ ചിത്രം ഇത്ര ഹിറ്റായി മാറും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ എല്ലാ സിനിമകളും നമ്മുടെ അടുത്ത് വരുന്നത്, നമ്മൾ എടുക്കുന്നത് ഇതിൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, ഇതോടുകൂടി നമ്മുടെ സിനിമ ഒരു ഭയങ്കര മാറ്റം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും സിനിമകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രേക്ഷകൻ്റെ മനസ്സ് കൃത്യമായി പഠിക്കാൻ പലർക്കും സാധിക്കാറില്ല. പിന്നെ അതൊക്കെ ഒന്ന് ഒത്തുവരുന്നതാണ്. ഈ നമ്മൾ ചില ചേരുവകൾ ചേർത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ തന്നെയാണ് സിനിമയും. ഒരുപാട് ചേരുവകൾ ചേർത്ത് അതിന് ചേരുമ്പോഴേക്ക് കറക്റ്റായിട്ട് ചേർത്ത് ഒത്തുവന്ന് പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടതൊക്കെ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ കൂടുതലാണ്, പുളി കൂടുതലാണ്, ഇത് ഉപ്പില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങി പോകില്ലേ. അതുപോലെയാണ് സിനിമയുടെ അവസ്ഥ. ഇതൊന്ന് ഒരൊറ്റ ആളുടെ നിയന്ത്രണത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നതാണ് കാര്യങ്ങൾ. എല്ലാവർക്കും എവിടെയും പിഴവ് പറ്റാം. മനുഷ്യനല്ലേ, മനുഷ്യന് മാത്രമേ തെറ്റ് പറ്റുള്ളൂ.